സെൻട്രൽ ഗാസയിലെ ദേർ അൽ ബലാഹിൽ അൽ-അക്സ ആശുപത്രിയുടെ മുറ്റത്ത് പലായനം ചെയ്ത പലസ്തീനികൾ താമസിക്കുന്ന ടെന്റുകൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം ബോംബെറിഞ്ഞു. കുറഞ്ഞത് 3 പേർ കൊല്ലപ്പെടുകയും 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു. ഗാസ സിറ്റിയിലെ സ്കൂളിൽ ആക്രമണം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണമുണ്ടായത്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് തങ്ങളുടെ രാഷ്ട്രീയ മേധാവി ഇസ്മായിൽ ഹാനിയ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള വിപുലമായ കൂടിയാലോചനാ നടപടികൾ ആരംഭിച്ചതായി ഹമാസ് അറിയിച്ചു. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയയുടെ കൊലപാതകം ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകളെ ബാധിക്കുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡനും അറിയിച്ചിരുന്നു. ഇതു സംബന്ധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നേരിട്ട് സംസാരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ഹാനിയയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ ഹമാസും ഹിസ്ബുള്ളയും ഉൾപ്പെടെയുള്ള ഇറാന്റെ സഖ്യകക്ഷികൾക്ക് പ്രഹരമേൽപ്പിച്ചിട്ടുണ്ട് എന്നും ഏത് പ്രത്യാക്രമണത്തെ നേരിടാൻ തയ്യാറാണ് എന്നും നെതന്യാഹു പറഞ്ഞതായി ബൈഡൻ വ്യക്തമാക്കി. ഹാനിയയുടെ മരണത്തിൽ US-ന് പങ്കില്ലെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ അധീനതയിലുള്ള പലസ്തീൻ പ്രദേശങ്ങളെ ഇറാൻ ലക്ഷ്യം വയ്ക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ കിർബിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേലിനെതിരെ വലിയ ആക്രമണം നടത്താനുള്ള ശേഷിയുണ്ടെന്ന് ഇറാൻ ഇതിനകം തെളിയിച്ചതാണ് എന്നും കിർബി കൂട്ടിച്ചേർത്തു. ഏപ്രിൽ 13-ന് അധിനിവേശ പ്രദേശങ്ങൾക്കെതിരെ ഇറാൻ നടത്തിയ ഓപ്പറേഷൻ ട്രൂ പ്രോമിസിനെ പരാമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രഖ്യാപനത്തെ US ഗൌരവമായി കാണുമെന്നും സഖ്യകക്ഷികളുടെയും തങ്ങളുടെയും പ്രതിരോധം ഉറപ്പുവരുത്തുമെന്നും കിർബി വ്യക്തമാക്കി. ഇറാന് പുറമെ ലബനനിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ളയുടെ മുതിർന്ന മിലിറ്ററി കമാൻഡറായ ഫുവാദ് ഷുക്കൂറിന്റെ മരണത്തിന് പകരം വീട്ടുമെന്ന് ഹിസ്ബുള്ളയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ എല്ലാ നിയന്ത്രണ രേഖകളും ലംഘിച്ചുവെന്നും ഇനി പ്രതികാര നടപടികളിലേക്ക് കടക്കുകയാണ് എന്നും ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ സയ്യിദ് ഹസൻ നസ്രല്ല പറഞ്ഞു. ഗാസ നഗരത്തിലെ ഷെയ്ഖ് റദ്വാൻ ഭാഗത്ത് അഭയാർത്ഥികളെ താമസിപ്പിച്ചിരുന്ന സ്കൂളിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 15 പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത്. ഹമാസിന്റെ കമാൻഡ് സെന്ററായി പ്രവർത്തിച്ചിരുന്ന സ്കൂളാണ് ആക്രമിച്ചത് എന്നാണ് ഇസ്രായേൽ അവകാശവാദം ഉന്നയിച്ചത്. റഫേലെ ഒരു വീടിന് നേരെ നടന്ന ആക്രമണത്തിൽ അവിടെയുണ്ടായിരുന്ന 6 പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിൽ 2 ആക്രമണങ്ങളിൽ ഹമാസിന്റെ ഒരു കമാൻഡർ ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെട്ടു. തുൽക്കറം പട്ടണത്തിൽ ഹമാസ് പ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ നടന്ന വ്യോമാക്രമണത്തിലാണ് പ്രാദേശിക കമാൻഡർ ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടത്. മറ്റൊരു ആക്രമണത്തിൽ 4 ഇസ്ലാമിക് ജിഹാദ് പ്രവർത്തകരും കൊല്ലപ്പെട്ടു. വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ തുടർച്ചയായി ആക്രമണം നടത്തിവരികയാണ്. ഇപ്പോഴത്തെ സംഘർഷം ആരംഭിച്ച ശേഷം വെസ്റ്റ് ബാങ്കിൽ മരണം 590 കടന്നു. ഇതേസമയം ഒരു വിമാനവാഹിനി കപ്പലും അയക്കുമെന്ന് US അറിയിച്ചു. ഹമാസ് മേധാവി ഹനിയയെ വധിച്ചത് ഗാസയിലെ വെടിനിർത്തൽ ശ്രമങ്ങൾക്ക് തടസ്സമായെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചതിന് തൊട്ടുപിന്നാലെയാണ് US-ന്റെ തീരുമാനം. തെഹ്റാനിൽ വെച്ച് ഹനിയ കൊല്ലപ്പെട്ടതിന് പിന്നിൽ ഇസ്രായേലാണ് എന്നും തക്ക സമയത്ത് തിരിച്ചടി നൽകുമെന്നും ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പ്രസ്താവനയിൽ അറിയിച്ചു. ഇറാന്റെ പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനായാണ് ഹനിയ തെഹ്റാനിലെത്തിയത്. ഇസ്രായേൽ അമേരിക്കയുടെ സഹായത്തോടെ നടപ്പാക്കിയ ആക്രമണമാണെന്ന് ഇറാൻ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ ഇതുവരെയും ആരോപണത്തോട് പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.